إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ മറ്റുള്ളവർ അറിയുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ന്യൂനതകൾ മറ്റുള്ളവരറിയാതെ പരമാവധി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും സംഭവിച്ചു പോയ തിന്മകൾ ആരുമറിയാതെ പരസ്യപ്പെടുത്താതെ രഹസ്യമായി മറച്ചു വെക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം തിന്മകൾ പരസ്യപ്പെടുത്തുന്നത് അതിൻ്റെ ഗൗരവം കുറയാനും അള്ളാഹു മാപ്പ് തരാതിരിക്കാനും കാരണമാകുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ നമ്മുടെ നന്മകളും രഹസ്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. നാമൊക്കെ കഴിയുന്നത്ര നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ആരും അറിയാത്ത, ഒരാളോടും പറഞ്ഞിട്ടില്ലാത്ത എത്ര പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പത്രങ്ങളിൽ ഫോട്ടോ വരാത്ത, സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് വെക്കാത്ത, സംഭാവന നൽകുന്ന കവറിന് പുറത്ത് പേരെഴുതാത്ത, മീറ്റിംഗ് കൂടി റിപ്പോർട്ട് അവതരിപ്പിക്കാത്ത എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം ആലോചിക്കണം. ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എത്ര നന്മകളുണ്ട്. എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ സഹപ്രവർത്തകരോ എൻ്റെ സഹപാഠികളോ അറിഞ്ഞിട്ടില്ലാത്ത എത്ര സൽക്കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ തിന്മകൾ ആരും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഞാൻ എൻ്റെ നന്മകളും ആരും അറിയാതെ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ എന്നത് ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവും പരസ്യപ്പെടുത്താതെ രഹസ്യമായി തന്നെ ചെയ്യണമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, മനിസ്തതാഅ മിൻകും മയ്യകൂന ലഹു ഖബീഉൻ മിൻ അമലിൻ സ്വാലിഹ്. ഏതെങ്കിലും ഒരു സൽക്കർമ്മം രഹസ്യമായി ആരുമറിയാതെ ഗോപ്യമായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതുണ്ടെങ്കിൽ ഫൽയഫ്അൽ, അത് അങ്ങനെ തന്നെ ചെയ്യണം. ഒരാളും അറിയിക്കാതെ, ആരോടും പറയാതെ, ആരോടും സംസാരിക്കാതെ ചെയ്യാൻ പറ്റുന്ന നന്മകളുണ്ടോ എങ്കിൽ അവ അങ്ങനെ തന്നെ ചെയ്യണം
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഏതൊരു നന്മയും രഹസ്യമായി ചെയ്യാൻ ശ്രമിച്ചവരായിരുന്നു സ്വഹാബികൾ എന്നാണ് താബിഉകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രമുഖ താബിഈ വര്യനായ അൽ ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുകയാണ്, ലഖദ് അദ്റക്നാ അഖ്വാമൻ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഞാൻ ചില സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. മാ കാന അലൽ അർളി മിൻ അമലിൻ യഖ്ദുറൂന അൻ യഅമലൂഹു ഫിസ്സിർ, അവർക്ക് ഈ ഭൂമി ലോകത്ത് വെച്ച് രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നന്മകളുണ്ടെങ്കിൽ ഫയകൂന അലാനിയത്തൻ അബദ, അത് പരസ്യമായി അവർ ചെയ്തിട്ടേയില്ല. ആരുമറിയാതെ തൻ്റെ ജീവിതത്തിൽ റബ്ബ് മാത്രം അറിയുന്ന നന്മകൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ പിന്നീട് ഒരാളെയും അറിയിക്കാതെയായിരുന്നു അവരാ നന്മകൾ ചെയ്തിരുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല സ്വഹാബികളെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്. അബു ഹാസിം റഹിമഹുല്ല പറയുന്നുണ്ട്, ഉക്തും ഹസനാതിക്, എടോ നിന്റെ നന്മകളും നീ മറച്ചു വെക്കണം. അശദ്ദു മിമ്മാ തക്തുമു സയ്യിആതിക്, നിന്റെ തിന്മകൾ നീ മറച്ചു വെക്കുന്നതിലേറെ ഗൗരവത്തോടെ ജാഗ്രതയോടെ. നിന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ ആരും അറിയരുത്, ആരും കേൾക്കരുത്, പരസ്യമാകരുത് എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ ഗൗരവത്തിൽ നിന്റെ നന്മകൾ മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് താബിഈ വര്യന്മാർ രേഖപ്പെടുത്തുകയാണ്. മഹാനായ സ്വഹാബി വര്യൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇജ്അലൂ ലക്കും ഖബീഅത്തൻ മിനൽ അമലി സ്വാലിഹ്, നിങ്ങൾക്ക് നന്മകളിൽ നിന്ന് ഒരു കൂട്ടം രഹസ്യമാക്കി വെച്ച നന്മകൾ ഉണ്ടാകണം. കമാ അന്ന ലക്കും ഖബീഅത്തൻ മിനൽ അമലി സയ്യിഅ്, ആരുമറിയാത്ത തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളതുപോലെ ആരുമറിയാത്ത നന്മയുടെ ഒരു കൂട്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രസ്തുത വാചകങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കൂട്ടം നന്മകളെങ്കിലും ഒരാൾക്ക് ആരുമറിയാതെ മറച്ചുവെച്ചവ ഉണ്ടാകണം എന്ന് പറയാൻ കാരണം ചില നന്മകളെങ്കിലും പരസ്യപ്പെടുത്തേണ്ട അവസ്ഥകൾ വരും, ചില നന്മകളെങ്കിലും റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടി വരും, ചില സാമ്പത്തികമെങ്കിലും പരസ്യപ്പെടുത്തേണ്ടി വരും, ക്രയവിക്രയങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരും. ജമാഅത്ത് നമസ്കാരം അത് ഒരു റിയാവ് വരുമെന്ന് വിചാരിച്ച് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് നമസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആളുകൾ കാണേ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കേണ്ടി വരും. പക്ഷേ അതിനൊക്കെ പുറമെ ആരുമറിയാത്ത ചില നന്മകൾ, ആരുമറിയാത്ത ചില ദാനധർമ്മങ്ങൾ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അടിമകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുഹിബ്ബു അൽ അബ്ദ, അടിമയെ അവൻ ഇഷ്ടമാണ്, അത്തഖിയ്യ അൽ ഗനിയ്യ അൽ ഖഫിയ്യ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന, കിട്ടുന്നതിൽ തൃപ്തിപ്പെട്ട് ധന്യനായി ജീവിക്കുന്ന, തൻ്റെ നന്മകൾ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഖഫിയായ മനുഷ്യൻ, അവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. 3 ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദ്, അള്ളാഹു അടിമയെ ഇഷ്ടപ്പെടും. ആരെ? അത്തഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്യ്, അവൻ തൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവനാണ്, അവൻ ഉള്ളതിൽ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവനാണ്, അവൻ്റെ നന്മകൾ ആരും അറിയരുതേ എന്ന് ആഗ്രഹിച്ച് റബ്ബിനോട് മാത്രം അവൻ്റെ നന്മകൾ പറഞ്ഞ് ജീവിക്കുന്നവനാണ് അവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിലെ നന്മകൾ രഹസ്യമാക്കാൻ പ്രേരിപ്പിക്കുന്ന എത്രയെത്ര ആയത്തുകളും ഹദീസുകളുമാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമായി നമുക്ക് കാണാൻ സാധിക്കുക. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന റബ്ബിനോട് മാത്രം എന്നത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഇബാദത്ത് റബ്ബിനല്ലാതെ കൊടുത്തുകൂടാ, റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അവനോടല്ലാതെ സഹായം തേടാൻ പാടില്ല എന്ന തൗഹീദ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പോലും, ആ ഇബാദത്തിൻ്റെ മജ്ജയായ, ഇബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രാർത്ഥന പോലും എങ്ങനെയാകണം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൻ്റെ 55-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനമാണ്. അല്ലാഹു പറയുകയാണ്, ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, തളർറുഅൻ, വിനയാന്വിതനായി, താഴ്മയോടുകൂടി, വഖുഫിയ, രഹസ്യമായി കൊണ്ട്, ആരെയും കാണിക്കാനല്ല, വലിയ ഉച്ചത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുകയോ അല്ല, രഹസ്യമായ പ്രാർത്ഥനകൾ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നാം ഒറ്റക്കിരുന്ന് ആരുമറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു വാങ്ങണം. നമ്മുടെ വിഷമങ്ങൾ റബ്ബിനോട് പറയുമ്പോൾ രഹസ്യമായി പറയാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ,
അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. നോക്കൂ, മഹ്ശറിൽ വെച്ച് പ്രത്യേകം തണൽ നൽകി അനുഗ്രഹിക്കുന്ന വിഭാഗങ്ങളെ കഴിഞ്ഞ ഖുതുബകളിൽ നാം വിശദീകരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആരാണ്? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു. ആരും അറിഞ്ഞില്ല, ഒഴിഞ്ഞിരുന്ന് ആരും കാണാതെ രഹസ്യമായി തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ തൻ്റെ വിഷമം പറഞ്ഞ്, തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ്, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ ഏറ്റുപറഞ്ഞ് ഒറ്റക്കിരുന്ന് കരയുന്ന മനുഷ്യൻ, അവൻ അല്ലാഹു പ്രത്യേകം തണൽ നൽകുമെന്ന് പറയുമ്പോൾ തൻ്റെ നന്മകൾ എത്രത്തോളം രഹസ്യമാക്കണമെന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫ. സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണുന്ന, അകത്തുനിന്ന് നോക്കിയാൽ പുറം കാണുന്ന പളുങ്കു പോലെയുള്ള ചില റൂമുകൾ സ്വർഗത്തിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു അഅറാബി, ഒരു ഗ്രാമീണൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാ റസൂലേ അത് കിട്ടുക? ആ സ്വർഗമുത്തുകൾ ആർക്കുള്ളതാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവന്, വാക്കുകളിലും പ്രയോഗങ്ങളിലും കളവ് വരാത്ത, വൃത്തികേടുകൾ വരാത്ത നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ. ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരം നിർവഹിക്കുന്നവൻ. തുടർന്ന് പറഞ്ഞു, പാവപ്പെട്ടവരെ സഹായിക്കുന്നവൻ, പാവങ്ങൾക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക് ഭക്ഷണം നൽകുന്നവൻ. അദാമസ്സുയാം, നോമ്പ് പതിവാക്കിയവൻ. നാലാമതായി റസൂലുള്ളാഹി പറഞ്ഞു, വസ്വല്ലാലില്ലാഹി ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവൻ. ഹദീസ് വിശദീകരിക്കുമ്പോൾ മുഹദ്ദിസുകൾ പറഞ്ഞു, ശറഹ് നൽകുന്ന ആളുകൾ പറഞ്ഞു, അങ്ങനെ ആളുകൾ ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവൻ എന്ന് പറയാൻ കാരണം അവൻ്റെ ആ നമസ്കാരം അവൻ റബ്ബിന് മാത്രമായി നിർവഹിക്കുന്നതായിരിക്കും. കാരണം അവൻ്റെ ഭാര്യ അറിയുന്നില്ല, അവൻ്റെ മക്കൾ അറിയുന്നില്ല, സമൂഹമൊക്കെയും ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോഴും തൻ്റെ റബ്ബിന് മുന്നിൽ സുജൂദിൽ വീണ് കിടന്ന് കരഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വസ്വല്ലാലില്ലാഹി ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ, രാത്രി നമസ്കാരം നിർവഹിക്കുന്നവൻ, അവനാണ് ആ സ്വർഗത്തിലുള്ള മുത്തുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വഹാബികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ രഹസ്യമായ നന്മകൾക്കായിരുന്നു അവർ പരസ്യമായ നന്മകളെക്കാളും പ്രാധാന്യം നൽകിയിരുന്നത് എന്നാണ്. ഭൂമിയിൽ രഹസ്യമാക്കി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും ആരുമറിയാതെ കാത്തു സൂക്ഷിക്കാൻ നിതാന്ത ജാഗ്രത കാണിച്ച, അതീവ താല്പര്യം കാണിച്ച വ്യക്തികളായിരുന്നു സ്വഹാബത്ത്. ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ തന്നെ പറയുന്നുണ്ട്, ഇദ്കാനുർ റജുലു ലഖദ് ജമഅൽ ഖുർആൻ, ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുമായിരുന്നു. വമാ യശ്ഉറു ബിഹി ജാറു, തൻ്റെ അടുത്തിരിക്കുന്നവന് പോലും ഇവൻ ഖുർആൻ പഠിക്കുന്നവനാണ്, ഇവൻ ഹാഫിളാണ്, ഇവൻ ഹിഫ്ള് പഠിക്കുന്നവനാണ്, ഇവൻ ഇതാ ഈ പഠിക്കുന്നത് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയാണ് എന്നറിയാത്ത വിധം സ്വഹാബകൾ ഖുർആൻ പഠിക്കുമായിരുന്നു. വഇൻ കാന റജുലു ലഖദ് ഫഖിഹൽ ഫിഖ്ഹൽ കസീർ വമാ യശ്ഉറു ബിഹിൻ നാസ്, ചില ആളുകൾ ഓരോ വർഷം കഴിയുന്തോറും ദീനിൻ്റെ ആ അഗാധ ജ്ഞാനം നേടാൻ ശ്രമിക്കുമായിരുന്നു. മതപരമായ അറിവ് അവരിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒപ്പമുള്ള ആളുകൾക്ക് പോലും ഇയാളിങ്ങനെ ഒരു പണ്ഡിതനാണെന്നോ, ഇയാളിങ്ങനെ പണ്ഡിതനാകാൻ ശ്രമിക്കുന്നുണ്ട് എന്നോ അറിയുമായിരുന്നില്ല എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ സ്വഹാബികളെ കുറിച്ച് പറയുകയാണ്. വഇൻ കാന റജുലു ലിയുസല്ലി സ്വലാത്തു ത്വവീല ഫി ബൈതി, തൻ്റെ വീട്ടിൽ രാത്രിയിൽ ദീർഘനേരം അവർ തറാവീഹ് നമസ്കരിക്കുമായിരുന്നു. വഇൻദഹു സുവ്വാറു വമാ യശ്ഉറൂന ബിഹി, തൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നവർ പോലും അറിയാതെ രാത്രിയിൽ ദീർഘനേരം നമസ്കരിക്കുന്നവർ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വലഖദ് കാനൽ മുസ്ലിമൂന യജ്തഹിദൂന ഫി ദുആ, അവർക്കാവശ്യമുള്ളതൊക്കെയും റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. വമാ യുസ്മഉ ലഹു സൗത്തുൻ, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരാത്ത വിധം. ഇൻകാന ഇല്ല ഹംസൻ ബൈനഹും വബൈന റബ്ബിഹിം അസ്സ വജൽ, താനും തൻ്റെ റബ്ബും അറിഞ്ഞാൽ മതി എന്ന നിലക്ക് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവർ സ്വഹാബിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പോരിശ പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, സൂറത്തു മറിയമിൻ്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞതെന്താ? ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, ഇദ് നാദാ റബ്ബഹു, തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, നിദാഅൻ ഖഫിയ്യ, രഹസ്യമായിക്കൊണ്ട് ആരുമറിയാതെ തൻ്റെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ച സക്കരിയ അലൈഹിസ്സലാം
സക്കരിയ നബിയുടെ പോരിശയായിട്ട് ഫളിലായിട്ട് അല്ല പറയാണ്, സക്കരിയ അലൈഹിസ്സലാം ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, തൻ്റെ റബ്ബിനോട് രഹസ്യമായ നിലയിൽ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചവനായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലെ 3-ാമത്തെ ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പ്രമുഖ താബിഈ വര്യനായിരുന്ന സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ്, അലി ഇബ്നു ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ, മരുമകൻ അലി റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി റളിയല്ലാഹു അൻഹു, അഥവാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു റഹിമഹുല്ലാഹ്, അദ്ദേഹം ധാരാളം നന്മകൾ ചെയ്യുമായിരുന്നു. പക്ഷേ ആളുകൾക്കൊരു പരാതി, സമ്പന്നനാണെങ്കിലും ദാനധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ അയാൾ അല്പം പിറകിലാണ്. അദ്ദേഹം പിശുക്കനാണ്, സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് മടിയുണ്ട്, പേടിയുണ്ട് എന്ന് ആളുകൾ ധരിച്ചു വെക്കുകയും അതൊരു ആരോപണമായി പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ചിലരൊക്കെ അദ്ദേഹത്തോട് വന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തിരുത്താനൊന്നും പോകില്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം പറയും, ഇന്ന സ്വദഖത സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, രഹസ്യമായ ദാനം റബ്ബിൻ്റെ കോപത്തെ കെടുത്തിക്കളയും, രഹസ്യമായി കൊടുക്കുന്ന ധർമ്മം റബ്ബിൻ്റെ കോപത്തെ ഇല്ലാതെയാക്കും എന്നു മാത്രമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. ആ ആരോപണം വെറും ആരോപണം മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞ സന്ദർഭമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട വേളയിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചവർ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ടുപോയി തഴമ്പ് വന്നത് കണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ മദീനയിലെ 100ഓളം ആളുകൾക്ക്, ആ അങ്ങാടിയിലെ 100ഓളം ആളുകൾക്ക് അദ്ദേഹം രാത്രി ആരുമറിയാതെ പലതും സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ്, ധനസഹായം കൊണ്ടാണ് 100 കുടുംബങ്ങൾ ജീവിച്ചിരുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ഹദീസ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയ വിഷയം നോക്കൂ നിങ്ങൾ. അള്ളാഹു അവൻ്റെ കോപത്തെ ഇല്ലാതെയാക്കുന്ന കാര്യമാണ് രഹസ്യമായ ദാനം, ധർമ്മം എന്ന വിഷയം. അദ്ദേഹം ഇപ്രകാരമായിരുന്നു ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. സഹോദരങ്ങളെ, രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇൻ തുബ്ദു സ്വദഖാത്ത്, നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ ഫനിഇമ്മാഹി, ചിലപ്പോഴെങ്കിലും അതൊരു നല്ല കാര്യമായിരിക്കും. ആളുകൾക്കൊരു പ്രേരണയാകാൻ, ആളുകൾ കൂടുതൽ കൊടുക്കാൻ നിങ്ങൾ പരസ്യമായി കൊടുക്കുന്ന ധർമ്മം ഒരു കാരണമാകുമെങ്കിൽ ഫനിഇമ്മാഹി, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വഇൻ തുഖ്ഫൂഹാ, നിങ്ങളത് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ വതുതൂഹൽ ഫുഖറാ, ഫഖീറുകൾക്ക് അത് ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പരസ്യപ്പെടുത്തിയാൽ നല്ലതു തന്നെ, രഹസ്യമാക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത്. വയുകഫിറു അൻകും മിൻ സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ അത് മുഖേന അല്ലാഹു പുറത്തു തരുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 271-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ ചെയ്യുന്ന ധർമ്മം പരസ്യപ്പെടുത്തുന്നവർ 2 രൂപത്തിലുള്ളവരാണ്. ഒന്ന്, താൻ കുറേ കൊടുക്കുന്നവനാണെന്ന് അറിയിക്കാനും താൻ തരക്കേടില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നാനും വേണ്ടി ചെയ്യുന്നവർ. ഫലാ തുസക്കൂ അൻഫുസക്കും ഹുവ അഅലമു ബിമൻ ഇത്തഖാ, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധനാണെന്ന് പറയരുത്, ആത്മപ്രശംസ നടത്തരുത്. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു കൃത്യമായി അറിയും. അതുകൊണ്ട് ചില ആളുകൾ പരസ്യപ്പെടുത്തുന്നത് താൻ നല്ല ദാനധർമ്മം ചെയ്യുന്നവനാണ് എന്ന് അറിയിക്കാനായിരിക്കും. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും റിയാ കടന്നു വരുന്നതും ഹറാമായ കാര്യവുമാണ്. എന്നാൽ വേറെ ചില ആളുകൾ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ചെയ്യാൻ സാധിച്ച റബ്ബ് ചെയ്തൊരു നിഅമത്ത്, ഒരു കാരുണ്യം, ഒരു അനുഗ്രഹം എടുത്തു പറയുക എന്ന നിലക്ക് ചില ആളുകൾ പറയും, അൽഹംദുലില്ലാ ഇത്തവണ എനിക്ക് ഇത്രയൊക്കെ കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപർഹമല്ല. അത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മറ്റുള്ളവർക്ക് കൂടി അത് പ്രേരണയാകുമെങ്കിലോ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമിലഹാ എന്ന് പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്കൊരു പ്രേരണയാകുമെങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നത് നല്ല കാര്യമാവുകയും ചെയ്യും. അപ്പോൾ ദാനധർമ്മത്തിൽ രഹസ്യവും പരസ്യവും ഉണ്ടാകും. എന്നാൽ പരമാവധി നന്മകൾ മറച്ചു വെക്കണമെന്നാണ്
സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഏതാനും ചില ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഉപകാരപ്പെടും. ദാവൂദ് ബിൻ അബി ഹിന്ദ് എന്ന് പറയുന്ന താബിഈ വര്യൻ, അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായി പോകും. ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഭക്ഷണമെടുത്ത് തൻ്റെ ജോലിയിലേക്ക്, അങ്ങാടിയിലേക്ക് അദ്ദേഹം ഇറങ്ങും. മഗ്രിബോട് കൂടിയാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരിക. പകൽ ഭക്ഷണം കഴിക്കുന്നില്ല. വീട്ടിലുള്ളവർ വിചാരിക്കും കൊണ്ടുപോയ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന്. അങ്ങാടിയിലുള്ളവർ വിചാരിക്കും വീട്ടിൽ നിന്ന് കഴിച്ചാകും വരുന്നത് എന്ന്. സത്യത്തിൽ നോമ്പെടുത്തുകൊണ്ട് രാത്രിയിൽ നോമ്പ് തുറക്കാൻ ആ ഭക്ഷണം ഉപയോഗിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. തൻ്റെ ഭാര്യ പോലും അറിയാതെ നോമ്പെടുക്കാൻ കാണിച്ച ജാഗ്രതയാണ് നന്മകൾ രഹസ്യമാക്കുന്നതിൽ സലഫുകൾ കാണിച്ച ജാഗ്രത എന്നർത്ഥം. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്ന് പറയുന്ന താബിഈ വര്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, ചിലപ്പോഴൊക്കെ സ്വന്തം മക്കളെ കബളിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണാതെ ഒളിച്ചോടി പോകുന്നത് പോലെ എൻ്റെ ഭർത്താവ് എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ രാത്രിയിൽ ഉറങ്ങിയെന്നുറപ്പായാൽ എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് വുളൂവെടുത്ത് ദീർഘനേരം തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഉണർന്നതറിയാതെ ഞാൻ അറിയുന്നില്ലെന്നാണ് എൻ്റെ ഭർത്താവ് ധരിച്ചത് എന്ന് ഹസ്സാൻ ഇബ്നു അബീ സിനാനിൻ്റെ ഭാര്യ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ 20 വർഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുത്തു. ഭക്ഷണം എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് നോമ്പെടുക്കുന്ന ദിവസം പാവങ്ങൾക്ക് ദാനം ചെയ്യും, അല്ലാത്ത ദിവസം അത് കഴിക്കും. 20 വർഷത്തിന് ശേഷമാണ് തൻ്റെ പ്രിയതമ പോലും ഇയാൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നുണ്ട് എന്നറിഞ്ഞത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നന്മകൾ രഹസ്യമാക്കാൻ അവർ കാണിച്ച ജാഗ്രത എത്രത്തോളം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, രഹസ്യമായ നന്മകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആരുമറിയാത്ത അല്പം ചില നന്മകളെങ്കിലും, ആരുമറിയാത്ത കുറച്ച് ദാനധർമ്മമെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. എന്തേ കാരണം? അതുകൊണ്ട് ചില ഗുണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവൻ്റെ ഇഖ്ലാസിന് മാറ്റുകൂട്ടും എന്നതാണ്. അവൻ്റെ ആത്മാർത്ഥതക്ക് മാറ്റുകൂട്ടും, അതിന് കൂടുതൽ ശക്തിയുണ്ടാകും. ആത്മാർത്ഥത വർദ്ധിക്കാൻ അതിലൂടെ കാരണമാകും. രണ്ടാമത്തേത്, തൻ്റെ റബ്ബുമായുള്ള ആത്മബന്ധത്തിൻ്റെ ശക്തി കൂടും. തൻ്റെ റബ്ബുമായുള്ള ബന്ധത്തിൻ്റെ ശക്തി കൂടും ഇതുപോലെ രഹസ്യമായ നന്മകളുണ്ടെങ്കിൽ. മൂന്നാമത്തേത്, കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകും. നാലാമത്തേത്, മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും അവന് അനുഭവപ്പെടും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ ജയിലിലടക്കുമെന്നുറപ്പായി കൊണ്ടുപോകുമെന്നുറപ്പായ സന്ദർഭത്തിൽ തൻ്റെ കൂടെയുള്ളവരോട് അദ്ദേഹം പറയുന്നുണ്ട്, മാ യസ്നഉ ബി അഅദാഇ, എന്നെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് ചെയ്യാനാണ്? എന്നെ ജയിലിൽ കൊണ്ടുപോയി അടച്ചിട്ട് എന്നെ എങ്ങനെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയും? ഇന്ന ജന്നത്തി വബുസ്താനി ഫി സുദിരി, എൻ്റെ സ്വർഗവും എൻ്റെ സന്തോഷവും എൻ്റെ ഹൃദയത്തിലാണ്. ഐന റുഹ്തു, ഞാൻ എവിടെ ചെന്നാലും ഫജന്നതി മഇ വലാ തുഫാരിഖുനി, അവർക്ക് അത് എന്നിൽ നിന്ന് വേർപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹബസി ഖൽവ, എന്നെ എങ്ങാനും അവർ ജയിലിൽ അടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരുന്ന് എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, എൻ്റെ റബ്ബിനെ ഓർത്ത് കരയാൻ ഒരവസരമുണ്ടാക്കി തരലാകും അത്. വ ഇഖ്റാജി മിൻ ബലദി സിയാഹ, എൻ്റെ നാട്ടിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോകുന്നത് ഒരു ടൂറായി, ഒരു ഉല്ലാസ യാത്രയായി ഞാൻ അനുഭവിക്കും. വഖത്ലി ഷഹാദ, ഇനി എങ്ങാനും അവരെന്നെ കൊന്നാൽ എനിക്കതൊരു ഷഹാദത്താകുമെന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ വാചകങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, അജ്മഅൽ ആരിഫൂൻ, മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട്, അന്ന ദുനൂബൽ ഖൽവാത്ത് ഹിയൽ അസ്ലുൽ ഇംതികാസാത്ത്, എല്ലാ മനുഷ്യരുടെയും അധപ്പതനത്തിൻ്റെ മുഖ്യ കാരണം രഹസ്യമായ ജീവിതത്തിലെ തിന്മകളാണ്. വഅന്ന ത്വാഅത സിർരി ഹിയ അസ്ലുൽ ഇസ്തിബാത്ത്, നന്മയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതിൻ്റെ, അങ്ങനത്തെ ആളുകൾക്ക് അതിന് സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം രഹസ്യമായ കുറേ നന്മകൾ അവർക്കുള്ളത് കൊണ്ടാണ്. രഹസ്യമായ തിന്മകളാണ് മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം. രഹസ്യമായ നന്മകളാണ് മനുഷ്യൻ്റെ ഉണർവിനും നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്കിനും കാരണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ആരെയും അറിയിക്കാനല്ല, റബ്ബ് അറിയുന്ന നന്മകൾ രേഖപ്പെടുത്താൻ കാരണമാകുന്ന ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രഹസ്യമായ നന്മകൾ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് എന്നും അതിലൂടെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കാനും അള്ളാഹുവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും കൂടുതൽ നന്മകളിലേക്ക് എത്തിപ്പെടാനും മനസ്സമാധാനം അനുഭവിക്കാനും കഴിയുമെന്നും സ്വഹാബികളും താബിഉകളുമൊക്കെ നന്മകൾ രഹസ്യമാക്കി വെക്കാൻ അതീവ ജാഗ്രത കാണിച്ചവരായിരുന്നു എന്നുമൊക്കെയാണ് ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയത്. ചില നന്മകൾ പരസ്യപ്പെടുത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം പരസ്യപ്പെടുത്തുന്നത് ഇതിന് എതിരല്ല എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. നാം അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യമായി ചെയ്യുന്ന നന്മകൾ എങ്ങനെയെങ്കിലും ആളുകൾ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ പുകഴ്ത്തുകയോ പ്രശംസിക്കുകയോ ചെയ്താൽ അതിന് നാം കുറ്റക്കാരുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത അർറജുല യഅമലുൽ അമല മിനൽ ഖൈർ വയഹ്മദുഹു അന്നാസു അലൈഹി. റസൂലേ, ഒരാൾ അള്ളാഹുവിൻ്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണ്, പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ പ്രശംസിച്ചു പറയുന്നുമുണ്ട്, എന്താണ് അവൻ്റെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ആജിലു ബുശറൽ മുഅ്മിൻ. അതൊരു വിശ്വാസിക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ കിട്ടുന്ന സന്തോഷ വാർത്തയാണ്. ആ സന്തോഷ വാർത്തക്ക് വേണ്ടിയല്ല അയാൾ പ്രവർത്തിച്ചത്, പക്ഷേ അയാൾ നല്ലത് ചെയ്തപ്പോൾ ജനങ്ങൾ നല്ലത് പറയുന്നുവെങ്കിൽ അത് ഇഹലോകത്ത് വെച്ച് തന്നെ അയാൾക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, രഹസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുകയും തിന്മകൾ വരാതിരിക്കാൻ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അദൃശ്യമായ നിലക്ക് ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണുമെന്ന ബോധത്തോടെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, നന്മകളിൽ ചേക്കേറുന്നവർ, റബ്ബിനെ ഭയപ്പെടുന്നവർ, ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അവർക്ക് വലിയ പ്രതിഫലവും പാപമോചനവുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 12-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ജീവിതം എന്തിനാണ്? ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അദൃശ്യമായ നിലക്ക് ആര് റബ്ബിനെ ഭയപ്പെടും എന്ന് അറിയാൻ വേണ്ടിയാണ് ജീവിതം. അള്ളാഹുവിനെ അദൃശ്യമായ നിലക്ക് സൂക്ഷിക്കുന്നവർ, നന്മകൾ ചെയ്യുന്നവർ, തിന്മകൾ ഉപേക്ഷിക്കുന്നവർ ആര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജീവിതം തന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് മുന്നിൽ വിനയാന്വിതരാകാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 31 മുതൽ 33 വരെയുള്ള 2-3 ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സ്വർഗം ആർക്കു വേണ്ടി അടുപ്പിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞു. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹ് പറയാണ്, വഉസ്ലിഫത്തിൽ ജന്ന, സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്, ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്, ഗൈറ ബഈദ്, അതിവിദൂരത്തല്ലാത്ത വിധം. എന്നിട്ട് അവരോട് പറയപ്പെടും, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ സ്വർഗം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അതായത് അദൃശ്യമായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാരോ അവർക്കുള്ളതാണ് സ്വർഗം.
ഫജാഅ ബിഖൽബിൻ മുനീബ്. വിനയമുള്ള ഹൃദയവുമായി റബ്ബിലേക്ക് മടങ്ങുന്നവരാരോ അവർക്കുള്ളതാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ അവകാശികളാകണം നമ്മൾ. അതിന് രഹസ്യ ജീവിതത്തിൽ തിന്മകളില്ലാതിരിക്കണം. അതിന് രഹസ്യ ജീവിതത്തിൽ, ആരുമറിയാത്ത ജീവിതത്തിൽ ധാരാളം നന്മകൾ ഉണ്ടാകണം. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണം. ഇനാപത്തോടുകൂടി, ഖേദിച്ച് മടങ്ങുന്ന മനസ്സോടുകൂടി റബ്ബിലേക്ക് എത്താൻ നാം ശ്രമിക്കണം. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്കാവശ്യമായ വെള്ളവും മഴയും നീ നൽകണം യാ അല്ലാഹ്. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് മോചനം നൽകണം റഹ്മാനെ. ആരെയും അറിയിക്കാത്ത ധാരാളം നന്മകൾ ചെയ്യാനുള്ള സന്മനസ്സും തൗഫീക്കും കഴിവും ഒഴിവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഗ്സ്നാ اللهم اغثنا غيثا مغيثا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.